വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് മെയ് 20 അപ്പോൾ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. മെയ് 21 ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഇന്ന് ഡെക്കറേഷൻ ചെയ്യാണ്. അപ്പം കുറേയൊക്കെ വിചാരിക്കും പിന്നെ ഇതെന്തിനാണ് ഡെക്കറേഷൻ ചെയ്ത് ഇത്ര ആഘോഷിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു ഡെക്കറേഷനും ചെറിയൊരു പരിപാടിയൊക്കെ ആക്കിയിട്ടാണ്. അപ്പോൾ അധികം ആൾക്കാരെന്ന് വിളിക്കും. നമ്മൾ കുടുംബം മാത്രം നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഒരു ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിയതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരെൻ്റെ യൂട്യൂബിലുണ്ട് കേട്ടോ, ഷോർട്സിലുണ്ട്. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്താൽ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ഇവിടേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനം വാങ്ങിയതിങ്ങനെ കുറച്ചിങ്ങനെ ഭിത്തിയിൽ തൂക്കുന്ന ഒരു സാധനം, പിന്നെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള സംഭവം കുറച്ച് സാധനം വാങ്ങിക്കാണ്ട് കുറച്ചും കൂടി ബലൂൺസ് വാങ്ങിക്കാം, എന്നാലേ കുറച്ചും കൂടി നിറഞ്ഞു വെക്കുള്ളൂ. പിന്നെ ഇങ്ങനെ വർണ്ണ കളറാസ്കാർക്ക് ശരിക്കുള്ള പേരാണ്, ഇവിടെയൊക്കെ വർണ്ണ കടലാസ് എന്നൊക്കെ പറയുന്നേക്കാം. അത് വാങ്ങിക്കണം. പിന്നെ 10 വയസ്സിൻ്റെ ഇതൊക്കെ വാങ്ങിക്കണം. പിന്നെ വളയൊക്കെ വാങ്ങിക്കാണ്ട് അത് വാങ്ങിക്കാൻ പോകണം. നമുക്ക് വാങ്ങിച്ചിട്ട് വേഗം വരാവേ. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ നമ്മളെ സാധനമൊക്കെ പാർവതി പോയിട്ട് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇന്ന് കാണാത്ത ആൾക്കാർ കാണാൻ പോയിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഞാൻ വാങ്ങിയെന്നുള്ള കാണിച്ചു തരാം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ വർണ്ണ കടലാസിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പം ഇതിൻ്റെ 2 പാക്കറ്റാണ് ഞാൻ വാങ്ങിയത്. അപ്പം പിന്നെ ഇത് ഒന്നേ എടുക്കുന്നുണ്ടെങ്കിൽ അടുത്തൊന്നും എടുക്കാം, വേറെ എന്തെങ്കിലും പാർട്ടിയൊക്കെ വരുമ്പോൾ എടുക്കാം കേട്ടോ. പിന്നെയുള്ള ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ ഇടുന്നൊരു സംഭവം, അതിങ്ങനെ ഒരു പീച്ച് ഷെയ്ഡ്, ഒരു പിങ്ക് ആൻഡ് പീച്ച് ഷെയ്ഡ് വരുന്നൊരു ഇത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വയസ്സ് 10 വാങ്ങിയിട്ടുണ്ട്. ഇതിന് 1-ന് 15 രൂപ, പിന്നെ ഇതിന് 40, പിന്നെ ഇതിന് എത്രയായിരുന്നു 10-ഓ 20 ആക്കാണ്, 1-ന് 30 അങ്ങനെ തോന്നാം. പിന്നെ ഞാൻ വാങ്ങിയത് ഇങ്ങനെ ഡബിൾ സൈഡ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ സാധാ ഇതും വാങ്ങിയിട്ടുണ്ട്. 2 വാങ്ങിയത് 10 ആറ്റുള്ളൂ. പിന്നെ ഇത് കുറച്ച് വണ്ണമുള്ള ഇതാണ് കേട്ടോ, സെലോ ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വള വാങ്ങിയിട്ടുണ്ട്, കുറച്ചല്ല 2 വള. ഇതിന് 1-ന് 30 കേട്ടോ. പിന്നെ ഇതേപോലത്തെ 2 വളയാണ് ഞാൻ വാങ്ങിയത്, 1-ന് 30. പിന്നെ ഉള്ളത് കുറച്ചധികം ബലൂണാണ്. ഞാൻ കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ബലൂണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വീർപ്പിക്കുന്നതല്ലേ, വീർപ്പിങ്ങനെ പമ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതിന് 150 അങ്ങനെ 100-ന് മേലുണ്ട് ഇതിന്. അപ്പം ഇത്രയാണ് ഞാൻ ഇപ്പം വാങ്ങിയത്. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയതും പിന്നെ ഇതേപോലത്തെ 2 ഇങ്ങനെ കറക്റ്റ് രീതിയിലാണ്. പിന്നെ ഇത് ഞാൻ കറക്റ്റ് പറഞ്ഞില്ലായിരുന്നു. ഇത് ഇങ്ങനെ ഒരു 2 ലവിൻ്റെ ഷേപ്പുള്ള ബലൂൺസ്, പിന്നെ ഒരു 2 സ്റ്റാർ, 4 സ്റ്റാറിൻ്റെ ഒന്ന് ഞാൻ അവിടെ വീർപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ. 4 സ്റ്റാറിൻ്റെ ടൈപ്പ്, 2 റെഡും 2 സിൽവറുമാണ് ഇതും. പിന്നെ കുറച്ച് ബലൂണുമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഇത്രയാണ് ഷോപ്പ് ചെയ്തത്. പിന്നെ ഡ്രസ്സ് ഞാൻ നാളെ കളിക്കാം, അതാണ്. അപ്പോൾ നിങ്ങളൊരു സർപ്രൈസ്ഡ് ആവും. അപ്പം ഇത്രയും സാധനമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതൊക്കെ വിശദമായിട്ട് കാണാം. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ബർത്ത്ഡേൻ്റെ ഇങ്ങനത്തെ സാധനമില്ലേ, അതൊക്കെ നമ്മൾ വീർപ്പിച്ച് വെക്കുകയാണ്. എന്നാൽ വേഗം പണി ചെയ്യല്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ വീർപ്പിക്കുമ്പോൾ നമ്മളിപ്പോൾ വീർപ്പിക്കാൻ പോവാണല്ലോ, അത് നമുക്കിപ്പോൾ വീർപ്പിക്കുമ്പോൾ കാണാം. ഓക്കെ, ഇത് അൺബോക്സ്ഡ് ബൈ വേദാകൃഷ്ണ. ഇതിൽ 13 ഉള്ളത്. അപ്പോൾ നമുക്കിത് വീർപ്പിച്ച് തുടങ്ങാം.
ഇതിലാണ് വീർപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കൂ, ഇതിപ്പോൾ ഹൈഡ്രജൻ ബലൂൺ എടുത്തതാവും. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എ റെഡിയാക്കി. പിന്നെ ആടെ ഒരു വയ്യും ഉണ്ട് കേട്ടോ. വയ്യ റെഡിയാക്കിയിട്ടുണ്ട്. ഈ എ റെഡിയാക്കിയത് ഞാനും വയ റെഡിയാക്കി ചേച്ചിയും കൂടിയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഇതാ. ഇതിൽ 13 എണ്ണ ഉള്ളത്. അതിൽ 2 എണ്ണ അല്ല 6 എണ്ണ ഏച്ചിക്കും 6 എണ്ണ എനക്കും. ഒന്ന് വേറെ ആരെങ്കിലും വീർപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇവിടെ. അപ്പൊ നമുക്ക് ബാക്കി ഫുള്ള് വീർപ്പിച്ചിട്ട് കാണാം കേട്ടോ. ഗൈസ് ഇവിടെ ഇല്ല, ഇത് കേറ്റാൻ വേണ്ടിയിട്ടുള്ള കളിക്കുന്നുണ്ടോ ഗൈസ്? ഇത് കേറ്റടക്ക് ഞാൻ ഗൈസ്, ഇത് കേറ്റാൻ ഞാൻ വേണം. സാസാഗ് പോട്ടെ ഗൈസ്. അധികം മതി, അതെ മതി 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 ഗൈസ്. അങ്ങനെ ഒരു പ്രയത്നം അങ്ങ് കഴിഞ്ഞിരിക്കുന്നു. വലിച്ച് കേറ്റ അങ്ങോട്ട്. സാസം പോട്ടെ ഇങ്ങോട്ടേക്ക്. ഞാനിപ്പോൾ ഒരു കൂടാരത്തിന്റെ ഉള്ളിലാണ്. ഇത് വേറൊരു കൂടാരമല്ല, ഇത് കുറെ അക്ഷര കൂടാരങ്ങളുടെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ വരെ ഉള്ളത് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഞാൻ ലവിന്റെ ഇതും പിന്നെ എന്റെ വയസ്സിന്റെ ഇതും കൂടി ആക്കിയാൽ സെറ്റ് ആവും. അപ്പൊ നമ്മൾ ഈ ഇങ്ങനത്തെ വീർപ്പിക്കേണ്ട പണി തീരും. അത് കഴിഞ്ഞാൽ നമുക്ക് ബലൂണൊക്കെ ഇതിനെക്കാട്ട പണി ബലൂൺ വീർപ്പിക്കാനാണ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പൊ നമുക്ക് ഇനി നേരെ അത് വീർപ്പിക്കുമ്പോ കാണാം. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതൊക്കെ വീർപ്പിച്ചിട്ടുണ്ട്. ഇനി 0 മാത്രമേ വീർപ്പിക്കുള്ളൂ. 0. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇതിനെ കുറിച്ച് തലയിടാൻ നോക്കിയാൽ പറ്റൂല. ഇത് കീറിപ്പോന്നല്ലാണ്ട് വേറെ ഒന്നും ആവില്ല. നമുക്ക് ഇത് കോർക്കാം. കോർക്കാന്നല്ല ഇങ്ങനെ ചെയ്തിട്ട് നമ്മളെ ശ്വാസം ഇതിനുള്ളിലേക്ക് വിടുക. അപ്പൊ ഇങ്ങനെ നിന്റെ തലയിൽ എന്നാ ഇല്ലേ? അത് 10 വയസ്സിന്റെ പൂജ. അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ ഫൈനൽ ടച്ച്. അപ്പൊ ഫ്രണ്ട്സ് കാതിരി ആടെ കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് കാന്തിതേൻ്റെ അടുക്ക പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. കാന്തിത എന്താ ചെയ്യുന്നത്? ചെറിയ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പണിയൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ചെറിയ കിടന്നതാണ്. ഞാൻ വെറുതെ ഒന്നുകൂടെ കിടന്നതാണ്. ഇങ്ങനെ ഒരു മയക്കം. നമ്മളിപ്പോൾ ഒരു 7:30 ടൈമായി. നമ്മളൊരു 7:30 രാത്രി ലൈറ്റ് ഇടാം. ഞാൻ ഈ ചെറിയ ബൾബ് ഇട്ടതാണ്. നമ്മൾ അതിൻ്റെ സ്പീഡ് ഓർമ്മ എക്സാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ മറ്റേ ബലൂൺസൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ മറ്റേ ബലൂണാണ്, ഈ ബലൂണാണ് വീർപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു 8-8:30 ടൈമിൽ വീർപ്പിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ആണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം അത് ഇനി വീർപ്പിക്കണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ വേറെ ഒന്നുമില്ല. നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഒരു ബിരിയാണിയാണ് കഴിച്ചത്. വെറുതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ വെറുതെ പുറത്ത് പോയപ്പോൾ ചിക്കൻ ബിരിയാണി നമ്മളൊരു പൂതി. അല്ല, അച്ഛൻ പുറത്ത് പോയതാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി എന്നുള്ളൊരു പൂതി നമ്മൾ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. അപ്പം നാളെ ഇവിടെ ബിരിയാണിയാണ്. ഇന്നും നമ്മൾ ബിരിയാണി വാങ്ങി. അപ്പം നമ്മളിപ്പോൾ ബിരിയാണി എന്ന മത്തിലങ്ങ് കിടന്നതാണ്.
ഏച്ചിയും കിടന്നു കേട്ടോ. അപ്പോൾ ഏച്ചി കിടന്നിട്ട് ഇപ്പോൾ എണീച്ചിട്ട് അങ്ങ് പോയിച്ച് അടക്കൊരു സ്ഥലം ടി വി ആണ് ഇരുന്നതാണ്. ടി വി എടുത്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫോണും എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഏച്ചി കിടന്നിട്ടാന്ന് ആരും വിചാരിക്കേണ്ട, ഏച്ചിയും കിടന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെയാണ് ഇനി വീർപ്പിക്കാനുള്ളൂ. ആ ബലൂണാണ് കുറച്ച് ഇത് വേണ്ടത്, മീൻസ് മറ്റേ ഇതുള്ളതുകൊണ്ട് നമ്മൾ പമ്പുള്ളതുകൊണ്ട് അത്ര കുഴപ്പമില്ല. അപ്പം ഇനി അത് വീർപ്പിക്കുമ്പം കാണാം. പിന്നെ നമ്മൾ പുറത്താണ് കേട്ടോ, നമ്മൾ പുറത്ത് ആണ് നമ്മൾ സൈഡ് ചുമരിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. മീൻസ് കാരണം വെച്ചാൽ ചുമരിൽ ഇപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പാടും നമ്മൾ സെലോ ടേപ്പൊക്കെ പിടിച്ചാണ്ടോ ഒട്ടിക്കുന്നത്. അപ്പാടങ്ങ് സെലോ ടേപ്പും പിന്നെ ഡബിൾ സൈഡും ഒട്ടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് പറിക്കുമ്പോൾ അപ്പാട് ചുമരത്തൊക്കെ പെയിൻറ്റിങ് ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മൾ മറ്റേ നൂലൊക്കെ കെട്ടി ഭയങ്കര ഐഡിയകരമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല. പിന്നെ ഗൈസ് ഇക്കത്തെ വള നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ പള്ളൂരത്തെ പാർവതി പോയാൽ മതി. പാർവതിയിലൊക്കെ ഇരുന്നുണ്ട് കേട്ടോ. ഒന്നിന് 30 രൂപയാണിത്. അടിപൊളി ഒരു ഗോൾഡനും സിൽവറൊക്കെ ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ ഈ ക്യാമറാമാൻ എൻ്റെ ഏച്ചിയാണ്. കഴിഞ്ഞ കൊല്ലം എൻ്റെ ബർത്ത്ഡേക്ക് അതിന് മുമ്പിട്ട് ഞാൻ ചാനൽ തുടങ്ങിയായിരുന്നു. മീൻസ് എനിക്ക് ഞാനും അമ്മയും അച്ഛനും കൂടിയാണ് എല്ലാം സെറ്റ് ചെയ്തത്. കഴിഞ്ഞ കൊല്ലം വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ തന്നെ വീഡിയോ എടുക്കണം, ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നില്ല, അച്ഛനമ്മേനെ എടുത്തിട്ട് മീൻസ് ഞാൻ വീഡിയോ എടുക്കണം, പിന്നെ ഇതാക്കണം, വീർപ്പിക്കലും ചെയ്യണമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഒരു ഇതുണ്ടായിട്ടില്ല, മീൻസ് അത്ര സബ്സ്ക്രൈബേഴ്സും ഇല്ല. അപ്പം നമുക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു ചെയ്യണം. അപ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഈ ടൈം ആയപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് വന്നു ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇടാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഇടാറുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ ഇടുന്നതാണ്. എന്തൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം അതിന് നമുക്കിതൊക്കെ വീർപ്പിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഏച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ എനിക്ക് 10 വയസ്സാവുകയാണല്ലോ. നമുക്ക് 10 വയസ്സാകുന്നതുകൊണ്ട് എന്നെക്കുറിച്ച് എന്താണ് പറയാനില്ലെന്ന് നോക്കിയിട്ട് തരാം കേട്ടോ. ഏച്ചി ഒരു കാര്യം, എനിക്ക് നാളെ 10 വയസ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നാ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? സൂമ്പി എന്നാലും ചേച്ചി ഈ തെറ്റി അല്ല, ഈ ചതി പാടില്ലായിരുന്നു. എന്നാൽ നമുക്ക് കുറച്ച് മിനിറ്റ് കാണാം. ഓക്കെ അല്ലേ, കുറച്ച് മിനിറ്റ് കാണാം അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ മെഹന്തി ഇട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ, എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വരും. എന്നെക്കാട്ടും കുറച്ച് വലുതാണ്. ഒരു 9th 10th അല്ലെങ്കിൽ +1ലേക്കാണ്. ഇനി നമുക്ക് കറക്റ്റ് അറിയാം. എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയാണ് ഇട്ടുന്നത്. അപ്പോൾ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഇത് നമ്മൾ ഇതാണെങ്കിൽ അധികം കുഴപ്പമില്ല, കാവേരിയാണ്, അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഇപ്പുറത്ത് വിട്ടു കേട്ടോ, ഇപ്പുറത്ത് വിട്ടു. ഞാൻ 2 കൈ കൂട്ടിയിട്ടുണ്ട്. ഒരു രസത്തിന് ഇട്ടതാണ്. പിന്നെ പോയപ്പോൾ ചോദിച്ചു ഇടണോ ചോദിച്ചപ്പോൾ ഇട്ടതാണ്. ഞാൻ ഇതിനിടക്ക് എൻ്റെ ഒരു കസിൻ ചേച്ചീൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഞാൻ 2-3 തവണ ഇട്ടിട്ടുണ്ട്. ചേച്ചി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ടൈം 8 മണി ആവാനായി. 8 മണിയാവാനായിട്ടുണ്ട്. 8 മണിയാവാനായിട്ടുണ്ട്. ഒരു 7:45 ആവാനായിട്ടുണ്ട്. ഇപ്പോൾ 7:44 ആറ്റായി. 44 അല്ല 43 കേസ്. 7:43 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കൊരു 8 മണിയാകുമ്പോഴത്തേക്കും പണി തുടങ്ങാം. കാരണം ഇതിന് തൂക്കി വരുമ്പോഴത്തേക്കൊരു നമ്മൾ കഴിഞ്ഞ കൊല്ലത്ത് ഒരു 10-12 മണിയായിന്, അല്ല 10-11 മണിയായിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്താൽ എനിക്ക് നാളെ ഇടാൻ പറ്റും. അപ്പോൾ അതൊക്കെയുണ്ട്. നമുക്കൊരു 8 മണിയാകുമ്പോഴത്തേക്കും കാണാം. ഓക്കെ.